ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും തീരെ തയ്ക്കാൻ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് തയ്ക്കാൻ വിചാരിച്ചിരിക്കുന്ന ഒരു ചെറിയ കുട്ടിക്കുള്ള ടോപ്പ് അടിക്കുക വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയെന്നൊക്കെ മോഡലുകൾ നമുക്ക് എങ്ങനെ ഏത് ഡ്രസ്സ് എങ്ങനെയൊക്കെ മോഡലാക്കാം അതൊക്കെ നമ്മളിത് വിവരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മളിത് ഈ തുണി നാലാക്കി കട്ട് ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്നാലും നമ്മളിതിലിങ്ങനെ അളവെടുത്ത് കാണിക്കണമുണ്ട് കേട്ടോ. ഇത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള അളവിലാണ് ഇപ്പോൾ നമ്മൾ തയ്ക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം, നിങ്ങൾ വണ്ണം എത്ര വേണം എന്നൊക്കെയുള്ള കണക്ക് നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇത് 1 വയസ്സ് കഴിഞ്ഞ പാടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പ്. ജീൻസ് ട്രൗസർ അങ്ങനെയുള്ള അതിൽക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പായിട്ടാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 4 ആക്കി മടക്കണമെന്ന്. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയ തുണി 4 ആക്കി മടക്കിയതിന് ശേഷം അത് ഒക്കെ ഫുള്ളായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചെങ്കിൽ എന്തായാലും ആദ്യത്തെ വീഡിയോയിൽ അങ്ങനെ ഫുള്ളാക്കിയിട്ട് നമ്മൾ 4 ആക്കി കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മടക്കുന്നതിനാണ് 4 ആക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത്. അളവെടുക്കലെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ എടുക്കാൻ ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ 1.25 എടുക്കുന്നുണ്ട് ഇങ്ങോട്ടുള്ളതിൽ കേട്ടോ. അകലം കഴുത്തിൻ്റെ അകലം 1.25 എടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്കാണ് എടുക്കുന്നത്. ഇറക്കം എത്ര നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഇത് ബാക്ക് കഴുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 എടുക്കണത്. ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് 4 എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3ഉം ഇത് 4ഉം ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടാണ് 4 വരുന്നത്, ബാക്ക് 3 ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വരുന്നത് എന്ന് വെച്ചാൽ അതായത് ഷോൾഡർ ഞാൻ എടുക്കണത് 3ആണ് കേട്ടോ. ഷോൾഡർ എടുക്കണത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 3 അടയാളപ്പെടുത്തുക. കൈക്കുഴി ഇവിടുന്ന് കണ്ട് കറക്റ്റ് 4 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ 4 എടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് നോക്കട്ടെ. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് കണ്ട് കറക്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാൻ. കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത്രയും നല്ല വ്യക്തമാക്കിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അത് ഇങ്ങനെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കൈക്കുഴി നമ്മൾ ഇവിടുന്ന് കണ്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മനസ്സിലായോ? പിന്നെ നമുക്കിനി വണ്ണം നമ്മൾ എത്ര വേണ്ടതെന്ന് മാർക്ക് ചെയ്യാണ്ട്. അപ്പോൾ വണ്ണം 7ആണ് വരേണ്ടത്. പിന്നെ തയ്യൽ തുമ്പ് അടക്കം 1.5 എക്സ്ട്രാ നമ്മൾ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ണം ഇവിടുന്ന് കണ്ട് എടുക്കുകയാണ് 7. നമ്മൾ ആദ്യം തുണി എടുത്തിട്ട് നമ്മൾ വണ്ണം എത്ര കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ നമുക്ക് വണ്ണം കിട്ടുന്നതിനനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ആ തുണി മടക്കി വെച്ചിട്ട് നമുക്ക് വണ്ണം എത്ര ആക്കി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ തുണി മടക്കി വെക്കാൻ. എന്നിട്ട് നമ്മൾ കഴുത്തും അതുപോലെ തന്നെ കൈക്കുഴിയും ഒക്കെ രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളിവിടെ 7ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാൻ തയ്യൽ തുമ്പും കൂടിയിട്ട് തയ്യൽ തുമ്പ് 1.5 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടീൻ്റെ വണ്ണത്തിൽ എടുക്കണ വണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. 7 എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1.5 കൂടി എക്സ്ട്രാ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വരണം കേട്ടോ. ഇതാണ് നമ്മൾ 7 എടുത്തേക്കണേ. പിന്നെ അവിടെ നിന്ന് 1.5 എടുത്തേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇറക്കം. ആകെ എത്ര നമുക്ക് ഇറക്കം വേണ്ടത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന്
ഇറക്കം നമ്മൾ എടുക്കുന്നത് ഇവിടുന്നാണ് കേട്ടോ. ഇവിടുന്ന് ഇറക്കെടുത്തിട്ട് നമുക്ക് ഞാൻ 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടി വെച്ചിട്ട്, കാരണം ഓരോരുത്തർ അതിനനുസരിച്ചിട്ടാണല്ലോ എടുക്കുക ഇറക്കം. ചില കുട്ടികൾക്ക് ഹാഫായിട്ട് നമ്മൾ കുട്ടിക്കുപ്പായം തയ്ച്ചിട്ടുണ്ടല്ലോ, ആ ഇറക്കത്തിൻ്റെ അതിൽ നല്ല ഹാഫായിട്ട് ഇടുന്നവരുണ്ട്, പല ഇതിലും ഇടുന്നവരുണ്ട്. അപ്പം നമ്മൾക്ക് ഇറക്കം 15 എടുക്കുന്നുണ്ട്. കാരണം കുറച്ചൊന്ന് കൂടിക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും വെച്ചിട്ട്. അപ്പം നിങ്ങളെ കുട്ടികളുടെ കുപ്പായം വെച്ചിട്ട് അതിൻ്റെ അളവ് എത്രയാണോ ഇറക്കം എത്രയാണോ വരുന്നത് വെച്ചെങ്കിൽ ആ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഷോൾഡറിൻ്റെ അവിടുന്ന് ഇറക്കം എടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇറക്കം എന്ന് വെച്ചാൽ നമ്മൾ മടക്കാനും കൂടി വെച്ചിട്ടാണ് നമ്മൾ 15 എടുത്തിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മടക്കാൻ 1 ഇഞ്ച് വേണം മടക്കാനായിട്ട് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അര വെച്ചിട്ട് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അങ്ങനെ വെച്ചാൽ മടക്കാൻ വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മൾ മൊത്തം 15 വെച്ചിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊരു വരച്ചിരിക്കാം കേട്ടോ. അതപ്പോൾ അതിങ്ങനെ കണ്ടില്ലേ. ഇനി നമുക്ക് കഴുത്ത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. കാരണം ചിലവർക്ക് ചതുരനാണ് ഇഷ്ടം. പക്ഷേ നമ്മളെ മോഡൽ ഇപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നുണ്ടല്ലോ, ആ മോഡൽ ചെയ്യാമെന്ന് വെച്ചെങ്കിൽ റൗണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ മേലെ നിന്ന് കണ്ട് കൊടുന്നിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല കറക്റ്റാക്കിയിട്ട് നമ്മൾ വരക്കണം. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ നല്ല ഇതിലടിച്ച് വരാൻ പറ്റുള്ളൂ. ഇത് നമ്മളിതാ ഇങ്ങനെ കറക്റ്റ് വെട്ടിയെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ വെട്ടിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടണം. ആദ്യം നമ്മൾ ബാക്ക് കഴുത്ത് വെട്ടിയല്ലോ, അങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. ബാക്ക് കഴുത്ത് നല്ല വൃത്തിയിൽ റൗണ്ടിലുണ്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ തയ്ക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. നമ്മൾ കൈക്കുഴി വെട്ടിയിട്ടുണ്ടല്ലോ, കൈക്കുഴി വെട്ടിയതും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമ്മൾ വെട്ടുക. ഇത് നമ്മളിങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വെട്ടാണ്ട് കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ആ നമ്മൾ വണ്ണത്തിനെടുത്ത അതുണ്ടല്ലോ, അത് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതാ എന്താണ് നമ്മൾ ബാക്ക് കഴുത്ത് മാത്രമല്ലേ വെട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി നമ്മൾ ഇത് ഒരു പീസ് നമ്മൾ നീക്കുക. അതായത് ഇതിങ്ങനെ നീക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം എടുക്കുക. അതായത് ഫ്രണ്ട് കഴുത്ത് നമ്മൾ വരട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഫ്രണ്ട് കഴുത്ത് പോയിട്ട് വെട്ടരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഒരു ബാക്കിലത്തെ ഒരു ഇത് നമ്മൾ മാറ്റിയിട്ട് ഇത് നമ്മളിതാ ഒരു ഭാഗം കണ്ടോ, ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗം നമ്മളിതാ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഫ്രണ്ട് വെട്ടി. ഇത് നമ്മൾ ചീത്ത വശം നമ്മൾ ആദ്യം പറയലുണ്ടല്ലോ, ഇങ്ങോട്ടാണ് നമ്മൾ മടക്കി വരും കേട്ടോ. അങ്ങനെ ഒരു മടക്കി എന്നിട്ട് വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ച് വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കഴുത്ത് തയ്ക്കേണ്ടത്. ഇത് ചെറിയ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ്, 3 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യട്ടെ. പിന്നെ കഴുത്ത് ഇനി വീണ്ടും നമ്മൾ വേറെ മോഡലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇതാ ഒരേ അളവിൽ വേണം കേട്ടോ. ഒരേ അളവിൽ നമ്മൾ ഇതാ ഇത്ര ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ ജോയിൻ്റ് ആക്കുക. നല്ല ഭാഗവും ഒപ്പം വെച്ചിട്ട് ഇത് ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് നീളം ജോയിൻ്റ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമില്ലേ അത് കറക്റ്റ് പിടിച്ചിട്ട് ഇത് ജോയിൻ്റ് ആക്കുക. അങ്ങനെ ഫുള്ള് ജോയിൻ്റ് ആക്കിയിട്ട് വരും കേട്ടോ. ഇത് നമ്മൾ നല്ല ഭാഗം വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം വെച്ചിട്ട് ഇത് രണ്ടും നമ്മൾ
ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഷോളർ 2 ഭാഗവും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഷോളർ ഒപ്പം പിടിച്ചിട്ട് നല്ല ഇതിലാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷോൾഡർ 2 ഭാഗം നമ്മൾ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ഇപ്പം ഇങ്ങനെയാണ് കാണാം കേട്ടോ. ഇതേപോലെ ആക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ ഇത് ഉണ്ടല്ലോ, ഇത് നമ്മൾ ജോയിൻ്റ് ആക്കിയിട്ട് വെച്ചിട്ട് അത് നമ്മൾ ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഓരോന്നായിട്ട് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. അത് നല്ല ഭാഗം കൂടിയിട്ട് ഇത് നല്ല ഭാഗം ഇത് നല്ല ഭാഗം ഇത് നല്ല ഭാഗം ഇത് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആക്കാം. ഇത് നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ആക്കട്ടെ. ജോയിൻ്റ് ആക്കി കണ്ടില്ല, ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് അതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കുക. അപ്പോൾ എത്രത്തോളം നമുക്ക് വേണമെങ്കിൽ അത്രത്തോളം ജോയിൻ്റ് ആക്കി വരട്ടെ. ഇതേപോലെ സെയിം പീസ് ആയിരിക്കണം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ജോയിൻ്റ് ആക്കിയ ഭാഗമാണല്ലോ ഇതാണ് നമ്മൾ ചീത്ത ഭാഗം വരുന്നത്. അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ചീത്ത ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഈ രണ്ട് സൈഡും നമ്മൾ മടക്കലൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ 2 സൈഡും അതിൽ ഈ സൈഡ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മടക്കിയിട്ട് വീണ്ടും ചെറുതാക്കി മടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി മടക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തെറ്റിന് വെച്ചിട്ട് ഈ ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുക. അതേപോലെ സെയിം ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 സൈഡും ഇങ്ങനെ അടിച്ച് വരികയാണ് കേട്ടോ. 2 സൈഡും ഇത് ചെറിയ കുട്ടിക്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീതി കുറവാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇത് കുറച്ച് വീതിയിൽ വേണമെങ്കിൽ വീതിയിൽ വെട്ടട്ടോ. ഇത് ഞാൻ നല്ല ചെറിയ കുട്ടിയായതുകൊണ്ടാണ് വീതി കുറവാക്കിയിട്ട് നമ്മളിങ്ങനെ തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ ഷോളറില്ലേ, ഈ ഷോളറിൻ്റെ അവിടേക്ക് നമ്മൾ ഇത് ചീത്ത ഭാഗം ഈ നല്ല ഭാഗം മുൻവശത്തേക്ക് ആക്കിയിട്ട് നോക്കുക. നമ്മളിത് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ? നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഇത് നല്ല ഭാഗമാണ് ഈ ഇവിടെ ഉള്ളത് കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് കുറച്ചൊരു കെട്ടിട്ട് കൊടുക്കാൻ അറിയില്ല, അതേപോലെ കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ നെറി പോലെ ചെറുതാക്കിയിട്ട് നല്ല ചെറുതാക്കിയിട്ട് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ അടുപ്പിച്ചിട്ട് കാണുന്നുണ്ട്. ഇത് കുറച്ച് വലിയ ഇതെടുത്തിട്ട് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചെറിയ നെറിയാക്കിയിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് വരുന്നുണ്ടല്ലോ, നല്ല ബാക്ക് ഭാഗത്തേക്കും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ നെറിയിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ബാക്കിൽ കൂടെ വന്നിട്ട് ഇതുവരെ മുട്ടിക്കുട്ടാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ചെറിയ ജീൻസ് പാൻറ്റിക്കൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഈ ടോപ്പ്. പിന്നെ അതുപോലെ തന്നെ കൈ നമ്മൾ ഇതേപോലെ കൈക്കും ആദ്യം നമ്മൾ കഴുത്തിന് മടക്കി അടിച്ച പോലെ കൈയും നമ്മൾ ഇവിടെ മടക്കി അടിച്ച് വരണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്, ഫസ്റ്റ് മുതൽ കാണും. നിങ്ങൾ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ മുതൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു അതിൻ്റേതായ ഇത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ കഴുത്തിൻ്റെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ കൈൻ്റെ നമ്മൾ രണ്ടും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് കഴുത്തടിച്ച പോലെ കൈ നമ്മൾ മുമ്പൊക്കെ നമ്മൾ വീഡിയോയിൽ അടിച്ച പോലെ തന്നെ കൈ അടിച്ചതിന് ശേഷം ആദ്യം ഒരു മടക്കിയിട്ട് പിന്നെ ഒരു മടക്കിയിട്ട് നമ്മളത് അങ്ങനെ അടിച്ചിട്ടുണ്ട് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ നമ്മളെ കയ്യിലുള്ള ആ പീസിൻ്റെ ബാക്കി നമുക്കിങ്ങനെ വീണ്ടും ചുരുക്കിട്ടിട്ട് ഇതുപോലെ കൈ ഫുള്ളായിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ. അപ്പോഴാണ് കൂടുതൽ ഭംഗി. പക്ഷെ ഞാൻ കാണിച്ചു തരുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അത് നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മോഡൽ ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതായി ഈ കാണിക്കണ അങ്ങോട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുത്തിട്ട് മടക്കി കൊണ്ടുവരിക, അങ്ങനെ ഒരു ടോപ്പാക്കാം. വീണ്ടും നമുക്കിത് മോഡലാക്കണം. ഈ ടോപ്പ് ഇനിയും മോഡലാക്കണം എന്ന് നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക്
ഇതിന് അലാസ്റ്റിക് വെച്ച് കൊടുക്കുക. നടുക്കെ അലാസ്റ്റിക് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് വെച്ചിട്ട് അതെങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ കാണിക്കണത് 4 അല്ലേ നമ്മൾ കൈക്കുഴി എടുത്തത്, അതെന്നെ കൈക്കുഴിൻ്റെ അവിടുന്ന് വീണ്ടും 4 നമ്മൾ താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം അങ്ങനെ നമ്മൾ നേരെ വരട്ട് കൊടുത്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം, എന്നാലും നമ്മൾ പറയുകയാണ്. എന്നിട്ട് അലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കണേ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അലാസ്റ്റിക് എങ്ങനെ വെക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഞെറിട്ട് കൊടുത്തൊക്കെ ഓരോ മുത്തില്ലേ, അതായത് മാലമണിൻ്റെ മുത്ത്, ആ മുത്ത് നമുക്കിങ്ങനെ അവിടെയൊക്കെ വൈറ്റ് മുത്ത് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചുവപ്പാണല്ലോ, അപ്പോൾ വൈറ്റ് മുത്ത് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ മുത്ത് നമുക്കൊന്ന് തുന്നി കൊടുക്കുക. ജസ്റ്റ് ഇതിപ്പോൾ കൈക്കോയി ഇപ്പോൾ നമ്മൾ എത്രയാണ് എടുത്തിക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇത് ഇത്ര വരണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ അളവ് എത്ര ആണോ കൈക്കുഴിക്ക് എടുത്തത്, ഇതിപ്പോൾ അളവ് കൈക്കുഴിൻ്റെ അളവാണെന്നുണ്ട് വെച്ചെങ്കിൽ ആ അളവ് തന്നെ സെയിം ഇവിടുന്ന് 1 മുതൽ എത്ര ആണോ വെച്ചെങ്കിൽ അത് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ഇത് ഷേപ്പിൻ്റെ ഭാഗമാണ്, അവിടെയാണ് നമ്മളിപ്പോൾ അലാസ്റ്റിക് വെക്കാൻ പോകുന്നത്. അലാസ്റ്റിക് എങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടീൻ്റെ അളവ് അലാസ്റ്റിക്കിൻ്റെ അളവാണെന്ന് വെച്ചാൽ ആ കുട്ടീൻ്റെ എത്രയാണോ ഷേപ്പ് വരുന്നത്, അല്ലാതെ നമ്മൾ കൂടുതൽ എടുക്കാൻ പാടില്ല. ആ കുട്ടീൻ്റെ കറക്റ്റ് ഷേപ്പിൽ എടുക്കുക കേട്ടോ. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. ഉണ്ടോ? പിന്നെ കൊണ്ട് ഷേപ്പിൻ്റെ അവിടെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് അലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വേണം അലാസ്റ്റിക് നമുക്ക്, അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലാസ്റ്റിക് ഇവിടുന്ന് നമ്മളിപ്പോൾ പിടിച്ചിട്ട് അടിച്ച് വരുമ്പോൾ നല്ല വലിച്ചിട്ട് അടിക്കുക. ഉണ്ടോ? നമ്മൾക്ക് എത്രത്തോളം ഈ അലാസ്റ്റിക് വേണം, അതായത് നല്ല വലിച്ചിട്ട് പറഞ്ഞാൽ ബാക്കി അലാസ്റ്റിക് വരരുത്, കാരണം കറക്റ്റ് അളവ് അലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ വലിച്ചിട്ട് ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഇത്ര നോക്ക്, നമ്മൾ ഇത്രയും നമ്മൾക്കില്ലേ ഈ തുണീൻ്റെ ഇത്രയും വരെ നമ്മൾ വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങനെ ചുരുണ്ടിട്ട് കണ്ട ആ ഉടുപ്പിൻ്റെ ഇത് അലാസ്റ്റിക് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുളിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ വലിച്ച് പിടിക്കണേ. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് കാണിച്ചു തരാം. ഇത് പിടിച്ച കാരണം അങ്ങനെ കെട്ടിട്ടിട്ട് അപ്പോൾ നമ്മൾ അലാസ്റ്റിക് പെട്ടെന്ന് വരില്ലേ, വലിക്കുമ്പോൾ വലിയാതിരിക്കാൻ ആദ്യം നല്ലൊന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിക്കണേ നമ്മൾ ആദ്യം ഇതിൻ്റെ ഇത് പിടിച്ചിട്ട് ഇത്രയും കറക്റ്റാക്കി വലിച്ചു പിടിക്കുക. അല്ലാതെ നമ്മൾ ഇത് ഓവറാക്കിയിട്ട് വലിച്ചു പിടിച്ചിട്ട് തുണി കഴിഞ്ഞിട്ടും ബാക്കി എലാസ്റ്റിക് വരരുത് കേട്ടോ. ഈ എലാസ്റ്റിക് അളവ് എടുത്തുകൊണ്ട് കറക്റ്റ് ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഉണ്ടാകും ഇങ്ങനെ ഇട്ടപ്പോൾ കണ്ടില്ല ചുരുണ്ട് അയച്ചു കൊടുന്ന്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ അതേ അളവ് എടുത്തിട്ട് അതേ സെയിം ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടാണ്. ഇനി നമ്മൾ 2 സൈഡും ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ 2 സൈഡും 2 സൈഡ് നമ്മൾ 2 സൈഡും ഇപ്പോൾ നമ്മൾ എത്ര ആ കുട്ടീൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഉണ്ട്. ഷേപ്പിനനുസരിച്ചിട്ട് ഈ ഭാഗം കറക്റ്റ് ഈ ഒരു ഭാഗം കറക്റ്റ് ഇത് പിടിച്ചിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് അടിച്ച് വരാൻ. അങ്ങനെ താഴത്തേക്ക് അടിച്ച് വന്നിട്ട് ഇവിടെ നമ്മൾ മടക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, താഴത്തടി നമ്മൾ മടക്കി കൊടുക്കുക കേട്ടോ.